if I am drawing a graph, let us say we are having a displacement time graph, which is initially like this, then it is like this, then it is like this, then let us say it is like this, and finally it is like this. Let us mark the corresponding times. This is the T1 time, this is T2 time, this is T3 time, T4 time, T5 time, T6 time, T7 time, and T8 time. You are asked to draw the corresponding velocity time graph. ഇതിന് corresponding ആയിട്ടുള്ള velocity time ഗ്രാഫിനെ ആണ് പറഞ്ഞത്. അങ്ങനെയാണ് velocity time ഗ്രാഫിലും time axis fixed ആണ്. അതുകൊണ്ട് ഇത് T1 time, this is your T2 time, this is your T3 time, T4, T5, T6, T7 and T8. Okay. അങ്ങനെയാണെങ്കിൽ ഇതില് നമ്മളുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. T1 to T2 ടൈം മാത്രം നോക്ക്. T1 to T2 ടൈമില് റെസ്റ്റിലാണോ മോഷനിലാണോ സബ്സ്റ്റൻസ്? Motion. Uniform motion or a non-uniform motion? Is it a uniform motion? Uniform motion. It's a uniform motion because displacement time graph is a straight line. Displacement time graph is straight line anengil uniform motion. Is it traveling in the positive direction or negative direction? Positive direction or negative direction? Positive direction. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് വെറുതെ നമുക്ക് എടുക്കാം. അപ്പം T1 ടൈമിൽ സബ്സ്റ്റൻസ് എവിടെയാണെന്നാലും സബ്സ്റ്റൻസ് ഇവിടെയാണ്, ഒറിജിനിലാണ്. T2 ടൈമിൽ എത്തുമ്പോഴേക്കും അത് എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ നീങ്ങി. പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ നീങ്ങുന്ന X2 ഇവിടെ എത്തി. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇനി T2 to T3 ടൈം നോക്കുക. T2 to T3 ടൈമില് സബ്സ്റ്റൻസിന്റെ മോഷൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പം T3 ടൈമില് അത് എവിടെ എത്തി? T3 ടൈമിൽ അത് എവിടെ എത്തി? T3 ടൈമിൽ അത് ഒറിജിനിലേക്ക് തന്നെ തിരിച്ചെത്തി അല്ലെ? T3 ടൈമിൽ കറസ്പോണ്ടിങ് ആയുള്ള പൊസിഷൻ x = 0 അല്ലെ? അപ്പൊ x3 ഇവിടെയാണ്. അപ്പൊ T3 ടൈമിൽ ആ സബ്സ്റ്റൻസ് തിരിച്ച് ഇങ്ങോട്ടാണ് നീങ്ങുന്നത്. ഇങ്ങോട്ടാണ് നീങ്ങുന്നത് വെച്ചാല് the motion is negative but it's straight line. അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റും വെലോസിറ്റി നെഗറ്റീവും, വെലോസിറ്റി കോൺസ്റ്റന്റും വെലോസിറ്റി നെഗറ്റീവ് ആണ്. എങ്ങനെ അങ്ങോട്ട്? ക്ലിയർ അല്ലേ? അല്ലേ? അപ്പം ആ കാര്യങ്ങളായി. ഇനി അടുത്ത സിറ്റുവേഷൻ, the next situation is from T3 time to T4 time. From T3 time to T4 time, you analyze the position at T3 time. T3 ടൈമില് അതിന്റെ x3 എന്ന് പറയുന്നത് ഒറിജിനിലാണ് ആണ്. T4 ടൈമില് അതിന്റെ x4 എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആക്സിന് മേലെ അല്ലെ? നെഗറ്റീവ് എക്സ് ആക്സിന് മേലെ. Therefore x4 is somewhere over here. Therefore the substance is traveling from x3 to x4 like this. That is, it is traveling in the negative direction. Therefore the velocity is negative. Velocity negative ആണ്. ഈ രണ്ട് ലൈനും ഒരു സ്ട്രെയിറ്റ് ലൈൻ മാതിരി തന്നെ തോന്നുന്നു. സ്ട്രെയിറ്റ് ലൈൻ മാതിരി തന്നെയാണെങ്കിൽ ഇവിടെയും വെലോസിറ്റി നെഗറ്റീവ് ആയിരുന്നു. T3 to T4 ടൈമിലും വെലോസിറ്റി നെഗറ്റീവ് ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി നെഗറ്റീവ് ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. യു ഷുഡ് എക്സ്റ്റെൻഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ വെലോസിറ്റി നെഗറ്റീവ് ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതായി. ഇനി അടുത്ത സിറ്റുവേഷൻ എന്താ പറഞ്ഞാല് T4 to T5. T4 to T5 എന്താ സിറ്റുവേഷൻ? അതിന്റെ പൊസിഷൻ മാറുന്നില്ല. T4 to T5 ആണെങ്കിൽ x5 എന്ന് പറയുന്ന പൊസിഷനും അവിടെ തന്നെയാണ്. x5 എന്ന് പറയുന്ന പൊസിഷനും അവിടെ തന്നെയാണ്. അതായത് T4 ടൈമിൽ എവിടെയാണോ അത് നിൽക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് T5 ടൈമിൽ അത് നിൽക്കുന്നത് അല്ലെ? Therefore it is at rest. At rest ആണെങ്കിൽ T4 to T5 ടൈമിൽ വെലോസിറ്റി 0 ആണ്. T4 to T5 ടൈമിൽ വെലോസിറ്റി 0 പറഞ്ഞാൽ ആ എക്സ് ആക്സിസിന്റെ മേൽക്കൂടെ അല്ലെങ്കിൽ ടൈം ആക്സിന്റെ മേൽക്കൂടെ, എക്സ് ആക്സിസ് അല്ല ടൈം ആക്സിന്റെ മേൽക്കൂടെ. ക്ലിയർ?
T3 to T4 ടൈമിന്റെ വെലോസിറ്റി ആണ് ഇതാ ഇങ്ങനെ. പിന്നെ അടുത്തത് T4 to T5 ടൈമിന്റെ വെലോസിറ്റി 0 ആണ്. അപ്പൊ ഇങ്ങനെ അല്ലെ. പിന്നെ അടുത്തത് എന്താ? T5 to T6 ടൈം. T5 to T6 ടൈം ആണെങ്കിൽ T5 to T6 ടൈംസിൽ നോക്കുക, T5 ഇവിടെയാണുള്ളത്, X5 ഇവിടെ. T6 ആവുമ്പോഴേക്ക് ഒറിജിനിൽ എത്തി. അപ്പം X6 എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെയാണ്. അപ്പൊ ഒറിജിനിലേക്ക് നീങ്ങി. ഒറിജിനിലേക്ക് നീങ്ങുന്ന പറഞ്ഞാൽ ഈ ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? X5 to X6 മോഷൻ പോസിറ്റീവ് ഡയറക്ഷൻ ആണോ നെഗറ്റീവ് ഡയറക്ഷൻ ആണോ? Positive. Positive and constant. Positive and constant ആണെങ്കിൽ the velocity should be positive and constant, therefore it should be like this അല്ലേ? അപ്പം അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആയി. പിന്നെ അടുത്തത് the next one is from T6 to T7. T6 to T7. T6 to T7. T6 to T7 നോക്കുകയാണെങ്കിൽ T7 എന്ന് പറയുന്നത് എവിടെയാ? അപ്പൊ T7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള X7 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ആക്സിൽ. അപ്പം X7 എവിടെയാണ്? അപ്പൊ X6 X7ലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്. അതുകൊണ്ട് പോസിറ്റീവും അതേമാതിരി തന്നെ എന്ത്? പോസിറ്റീവും കോൺസ്റ്റന്റും. പോസിറ്റീവും കോൺസ്റ്റന്റ് ആണ്. യു ഷുഡ് എക്സ്റ്റെൻഡ് ദിസ് T6 to T7 ഇങ്ങനെ അല്ലെ? പോസിറ്റീവും കോൺസ്റ്റന്റും ആണെങ്കിൽ നമ്മൾ വരച്ച അതേ ഗ്രാഫ് തന്നെ അങ്ങനെ. ഇനി അടുത്തത് T7 to T8. T7 to T8 എന്താ? റെസ്റ്റ് ആണോ അതോ യൂണിഫോം മോഷൻ ആണോ? Rest. Rest. Therefore T7 to T8 it should be like this. That is, if I am marking it with blue color, this is the corresponding graph. Clear ayo? Clear? Yes, sir. Yes sir. Yes. അപ്പം കാര്യങ്ങൾ ക്ലിയർ. ഇനി ഞാൻ ഈ സെഷൻ ഇൻക്ലൂഡ് ചെയ്ത് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തൊരു സെഷൻ എനിക്ക് പറയാനുള്ളത്, അതായത് നോർമൽ ക്ലാസ്സിൽ എടുക്കാനുള്ള ഒരു സെഷൻ ഞാൻ ഇപ്പൊ എടുക്കുകയാണ്. ഇപ്പൊ എടുത്തിട്ട് ഞാൻ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡും ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൽ കയറാൻ പറ്റാത്ത കുട്ടികൾക്കും വേണേൽ ആക്സസ് ചെയ്യാം. അപ്പം ഇത് നോക്കിക്കോ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഞാൻ പറയാൻ പോകുന്ന സിറ്റുവേഷന് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി. Concept that I am going to speak now is called as relative velocity. Relative velocity. To just understand relative velocity, in order to understand relative velocity, can you all mute your audio? Mute your audio. Then let us have Are you able to hear me? Yes, sir. Yes, Yes, sir. sir. Yes. Then let me continue. This is our bus. Assume that I am in a bus. ഞാൻ ഒരു ബസ്സിലാണുള്ളത്. ഞാൻ എന്ന് പറയുന്നത് let me define as A. ഞാൻ ഒരു ബസ്സിലാണുള്ളത് and the bus is moving in this direction with a velocity VA. ബസ് ഒരു VA വെലോസിറ്റിയിൽ നീങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് വിചാരിച്ചു. നിങ്ങൾ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. നിങ്ങളാണ് ബി എന്ന് പറയുന്ന ആള്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന്. നിങ്ങൾ എന്താ പറയാ? വാട്ട് വിൽ യു സേ? ഐ എം ഇൻസൈഡ് ദ ബസ് ആൻഡ് ദ ബസ് ഇസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി VA. ഇഫ് someone is asking you am I at rest or at motion, അപ്പൊ നിങ്ങൾ എന്ത് പറയും? മോഷൻ. ഞാൻ മോഷൻ ആണ്. എങ്ങോട്ടാ നീങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും സാർ ഇസ് മൂവിംഗ് ടുവേർഡ്സ് റൈറ്റ് വിത്ത് VA വെലോസിറ്റി. സാർ ഇസ് മൂവിംഗ് ടുവേർഡ്സ് റൈറ്റ് വിത്ത് VA വെലോസിറ്റി. അതിൽ നിങ്ങൾക്ക് ആർക്കും ഡിസ്പ്യൂട്ട് ഇല്ലല്ലോ? ഇല്ല. ഇനി I am not changing my position and the bus motion is not changed, but now in this situation if you are inside a car, assume that if you are inside a car and you are moving in the opposite direction with a velocity VB. നിങ്ങള് കാറിലിരുന്നിട്ട് നിങ്ങള് VB വെലോസിറ്റിയില് ഞാൻ ട്രാവൽ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ let's say the velocity of bus is 10 meter per second. The velocity of your car is
let us say 20 meter per second. ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ എന്നെ നോക്കിയപ്പം ഞാൻ മൂവ് ചെയ്തേ അതേമാതിരിയാണോ നിങ്ങൾക്ക് ഇപ്പം എന്നെ നോക്കുമ്പോൾ ഞാൻ മൂവ് ചെയ്യുന്നതായി തോന്നുക? അല്ല. നിങ്ങളുടെ പൊസിഷൻ മാറി. ആദ്യം നിങ്ങൾ ബസ് സ്റ്റോപ്പിലായിരുന്നു. നൗ you are in a car which is moving in the opposite direction with respect to my bus, and now if anyone is asking you what am I doing, ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ഞാൻ മോഷനിൽ തന്നെയാണ്. അപ്പം എന്റെ വെലോസിറ്റി 10 meter per second ആയിരിക്കും നിങ്ങൾ പറയുന്ന ആൻസർ? വെലോസിറ്റി 10 meter per second ആയിരിക്കും അല്ല. അപ്പൊ നിങ്ങൾ എന്താ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലാണ് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരാളെ വേണ്ടത്. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ സിറ്റുവേഷനിൽ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് എ. ആരോടാ ചോദിക്കുന്നത്? നിങ്ങളോടാ ചോദിക്കുന്നത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി, വെലോസിറ്റി ഓഫ് എ. അതിനെ നമ്മൾ എഴുതുക വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, വി എ ബി എന്നാണ് എഴുതുക. വി എ ബി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട എന്താ? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. What is VAB? Velocity of A with respect to B. ആരെ വെലോസിറ്റിയാ? എന്റെ വെലോസിറ്റി ആണോ ബിന്റെ വെലോസിറ്റി ആണോ? എന്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ആര്? വിത്ത് റെസ്പെക്ട് ടു ബി. ബിനെ വെച്ച് നോക്കുമ്പോൾ എയുടെ വെലോസിറ്റി, ബിനെ വെച്ച് നോക്കുമ്പോൾ എയുടെ വെലോസിറ്റി അല്ലെ? അപ്പം ഇതിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല യു വിൽ ഹാവ് ടു റിമെമ്പർ വൺ സിംഗിൾ ഫോർമുല. ആ സിംഗിൾ ഫോർമുല വെച്ചിട്ട് നമുക്ക് എല്ലാ സിറ്റുവേഷനും പറയാൻ പറ്റും. വി എ ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി ആണ്. ദിസ് ഇസ് ദ ഫോർമുല ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ ഫോർ ഓൾ റിലേറ്റീവ് വെലോസിറ്റി സിറ്റുവേഷൻ. വി എ ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി. വി എ ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി. വി എ ബി ആരെ വെലോസിറ്റിയാ? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ എന്റെ വെലോസിറ്റി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. What is my velocity in this situation എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ what is VA? Let's say it is situation 1. Situation 1 ആണ് ട്ടോ. Situation 1 ൽ VA എത്രയാ? What is VA? Can you say what is VA? 10. What is 10 meter. It is 10 meter per second. What is VB in situation 1? നമ്മളിപ്പം പറയുന്ന സിറ്റുവേഷനിൽ VB എത്രയാ? നമ്മളിപ്പോ പറയുന്ന സിറ്റുവേഷനിൽ VB എത്രയാ? 20 meter per second. It's not 20 meter per second since velocity is a vector quantity. Minus 20 meter per second. Vector quantity ആയതുകൊണ്ട് VB നെ നമ്മൾ -20 എന്ന് എടുക്കും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാരണം കൺവെൻഷണൽ ആയിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള മോഷനെ പോസിറ്റീവ് ആയിട്ടും ലെഫ്റ്റ് സൈഡിലേക്കുള്ള നെഗറ്റീവ് ആയിട്ടല്ലേ നമ്മൾ എടുക്കാറ്. വൺ ഡയമെൻഷണൽ മോഷനിൽ റൈറ്റ് സൈഡിലേക്കുള്ള മോഷൻ പോസിറ്റീവ് ആയിട്ടും ലെഫ്റ്റ് സൈഡിലേക്കുള്ള മോഷൻ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. ടോട്ടലിലോ? Therefore, VA is 10 meter per second and VB is -20 meter per second. Then, what is velocity of A with respect to B? If you are asked what is velocity of A with respect to B, you could say VAB എന്ന് പറയുന്നത് formula പ്രകാരം VA minus VB. Let's substitute. In this situation, what is VAB? VA. What's VA? 10 minus of -20. 10 minus -20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടാം? Minus of -20 plus 20 ആവും അല്ലെ? അപ്പം 10 plus 20, 10 plus 20, 30 per second. Is it plus 30 meter per second or minus 30 meter per second? Is it plus 30 meter per second or minus 30 meter per second? Answer. Answer to my question. Is it? Yes, it is plus 30 meter per second. Plus 30 meter per second എന്ന് പറഞ്ഞാൽ VAB എങ്ങോട്ടാ? VAB is in this direction. അല്ലേ? പോസിറ്റീവ് ആയതുകൊണ്ട് towards right ആണ്. VAB is towards right. Is this clear? Yes, sir. Yes. Then let's have the next situation. Next situationൽ ഞാൻ നിങ്ങളെ പൊസിഷൻ മാറ്റട്ടെ. നിങ്ങളുള്ളത് കാറിൽ തന്നെയാണ്. പക്ഷേ now in this situation, in the next situation, the car is moving in this direction with a velocity of 20 meter per second. ഇപ്പം പുതിയ സാഹചര്യം, the situation 2, in the situation 2, your car is moving in the same direction of the bus with 20 meter per second.
Then let me ask you what is VAB. VAB. Appo Minus. VAB engota vechittunengil aa situation il VA engota. What is VA? The value of VA should be 10 meter per second. What is the value of VB? What's the value of VB? Plus 20 Yes, meters. it is 20 plus meter per 20 meter per second. Then what is VAB? You could write the general formula, that is VA minus VB. Then you should substitute 10 minus 20. 10 minus 20 എന്ന് പറയുമ്പോൾ എത്ര കിട്ടാം? It is minus 10 meter per second. Minus 10. Minus 10 meter per second. If it is minus 10 meter per second, can you say the direction? VAB the direction, is it towards right or towards left? VAB the direction, is it towards right or towards left? Towards left. Yes, towards left. It is towards left. Therefore, in this direction with a velocity of 10 meter per second. 10 meter per second velocity ingottu. Alle? 10 meter per second velocity ingottu. Doubt undo? No, sir. No. Then next situation പറഞ്ഞു. ഇനി അടുത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാന്നാല്, let me change the situation slightly. That is, instead of 10 meter per second, instead of 20 meter per second, let us take 10 meter per second. 10 meter per second. Then what is VAB in this situation? This is the situation 3. Situation 3. Then let us use the formula directly. VA minus VB. What's the value of VA? Value of VA is plus 10. Minus what's the value of VB? Value of VB is also plus 10. Therefore, it is 0. Alle? Yes, sir. Yes. Appa ningalku imagine Yes, nokku. sir. The bus move ചെയ്യുന്നതിന്റെ അതേ വെലോസിറ്റിയിൽ നിങ്ങളുടെ കാർ മൂവ് ചെയ്യുന്നുണ്ട്. എന്റെ ബസ് മൂവ് ചെയ്യുന്നതിന്റെ അതേ വെലോസിറ്റിയിൽ നിങ്ങളുടെ കാർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ പൊസിഷൻ മാറുന്നതായിട്ട് തോന്നൂല. ഇല്ലല്ലോ? കുഴപ്പമുണ്ടോ? ലെറ്റ് മീ ഹാവ് ദ ജനറൽ സിറ്റുവേഷൻ. നമ്മളെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെ എടുക്കാം. ഇത് കഴിഞ്ഞു. ഇത് റെഡി അല്ലേ? ഇനി നമ്മളെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ. If you are standing in a bus stop, what is the velocity of you? നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. വെലോസിറ്റി, അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ വെലോസിറ്റി എത്രയാ? 0. Then what is the velocity of A with respect to B? Let that be the fourth situation. Velocity of A. It is VA minus VB. That is VA. VA. VA 10 minus 10 minus 0. That is 10 meter per second. അപ്പം VAB എന്ന് പറയുന്നത് VA ക്ക് ഈക്വൽ ആണല്ലേ? അല്ലേ? ഇപ്പൊ റെസ്റ്റിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലേ. ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ എന്താ പറഞ്ഞാല്, ദിസ് ഇസ് എ ട്രെയിൻ. ഇതെന്താ? ഇറ്റ്സ് എ ട്രെയിൻ. ആൻഡ് now you are inside the train. നിങ്ങൾ ട്രെയിനിലാണുള്ളത്. അപ്പം നിങ്ങൾ ബി ആണ്. ഇനി എ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ എന്ന് പറയുന്നത് ട്രീ ആണ്. നിങ്ങൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രെയിന് മുന്നോട്ട് പോകുന്ന മാതിരി നമുക്ക് തോന്നും ആ പനയും തെങ്ങൊക്കെ ഇങ്ങനെ ബാക്കോട്ട് നീങ്ങുന്നതായിരിക്കും. അല്ലേ? Then let me ask you, the train is moving with a velocity of VB, that is 20 meter per second. 20 meter per second. What's the velocity of A? With respect to B. With 20 per second. What is the velocity of A? 0. കാരണം തെങ്ങൊക്കെ അതിന്റെ വെലോസിറ്റി 0 ആണ്. Therefore, I am asking you, what is VAB? VAB എന്ന് പറയുന്നത് എന്താണ്? VAB എന്ന് പറയുന്നത് എന്താണ്? ആരെ വെലോസിറ്റിയാണ്? തെങ്ങിന്റെ വെലോസിറ്റി ആണോ നിങ്ങളുടെ വെലോസിറ്റി ആണോ? VAB എന്ന് പറയുന്നത് തെങ്ങിന്റെ വെലോസിറ്റി ആണോ നിങ്ങളുടെ വെലോസിറ്റി ആണോ? അത് പറയും. തെങ്ങിന്റെ വെലോസിറ്റി. Velocity of that tree with respect to you.
velocity of that tree with respect to you. Okay, therefore you should use the direct formula VA minus VB. This is the formula that we have to use. What is VA? VA is 0. What is 0. VB? VB is 20 minus VB എന്ന് പറയുന്നത് 20. Therefore your answer is minus 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ minus 20 meter. Minus 20. If it is minus 20 meter per second, in which direction? Therefore, the velocity of that tree with respect to you is not 0. നിങ്ങളോട് ചോദിക്കുകയാണ് ട്രീ മരം വെറുതെ നിൽക്കല്ലേ, മരം അനങ്ങാണ്ട് നിൽക്കല്ലേ. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മരം അനങ്ങാണ്ട് നിൽക്കല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മരം എന്ത് ചെയ്യുന്നുണ്ട്? minus 20 meter per second എന്ന് പറഞ്ഞാല് the tree is moving in this direction with a velocity of 20 meter per second with respect to you. അല്ലേ? minus 20 meter per second എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടല്ല മനസ്സിലാവണ്ടേ? അല്ലേ? മനസ്സിലായോ? Yes. Therefore, 20 meter per second, the tree is moving 20 meter per second in the opposite direction of the train if you are analyzing the tree. If you are analyzing the tree is moving with a velocity of 20 meter per second in the opposite direction. Is this clear? Is this clear? Yes, sir. Yes, sir. Therefore, one thing that you have to understand is velocity of a substance is relative. ഒരു സബ്സ്റ്റൻസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ സബ്സ്റ്റൻസ് എവിടെയാണ് നിൽക്കുന്നത്, ആ സബ്സ്റ്റൻസ് എങ്ങനെയാ മൂവ് ചെയ്യുന്നത് മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക, അത് ഒബ്സർവറുടെ മോഷനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. വെലോസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഒബ്സർവേഴ്സ് മോഷൻ. നമ്മൾ എവിടെ നിന്നാ നോക്കുന്നതിനനുസരിച്ച് വെലോസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് മാറും. നമ്മൾ എവിടെ നിന്നാ നോക്കുന്നതനുസരിച്ച് വെലോസിറ്റി ഓഫ് സബ്സ്റ്റൻസ് മാറും. ഓക്കെ, അപ്പം VAB എന്ന് പറയുന്നത് എന്താ? VAB എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B. ആരെ വെലോസിറ്റിയാണ്? എന്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു B. അപ്പൊ VBA ആണെങ്കിലോ? വാട്ട് ഇസ് VBA? Velocity of B with respect to B. Velocity of B with respect to A. Can you expand what is VBA? What's VBA then? Can you hear me? Yes. Yes, sir. I think you might not be able to see my screen. Screen കാണുന്നില്ലല്ലോ? No. No, sir. Now I think you might be able to see my screen. Is it visible now? Yes, sir. Yes. Yes, sir. Then VBA. Can you expand what is VBA? Can you sir. expand what is VBA? Velocity of B with respect. Expand. VA minus VB. VAB is VA minus VB. Therefore, VBA is 20 meter per second. What is Per VBA? second. Expansion of VBA. It is Velocity VB of minus B with respect to A. that is VB minus VA. VAB VA minus VB ആണെങ്കിൽ VBA എന്താ? VB minus VA. VB minus VA. Okay. VB minus VA. Clear ആണോ? Is this clear? Yes. Yes, sir. Yes, sir. Yes. നമ്മളെ വീഡിയോ ഇപ്പൊ കട്ടാവുന്നിട്ടും പറഞ്ഞിരുന്നു, കട്ടായിട്ടില്ലല്ലോ. ഇനി കട്ടാവുന്നവരെ നമുക്ക് എടുത്തു കേട്ടോ. അപ്പം എന്തായാലും റിലേറ്റീവ് വെലോസിറ്റിയുടെ സിറ്റുവേഷൻ മനസ്സിലായി. ഇനി നോക്കിക്കോ. Let me explain the relative velocity situation with the help of a train motion. That is, you just focus over here. Can you imagine what is this? What is this? This is a train. What is this? It's a train. This train is of, let us say, 100 meter. It's a train of 100 meter. Okay. Then for our communication purpose, let us say this side is east. This side is west. This is east and this is. Can you hear me?
Can you hear me? Yes, sir. Yes, sir. Yes. Then can you see my train? Can you see my train? No, sir. No. Wait for some time. You will Sir. be able Yes, to. sir. Yes, yes, yes.